നമസ്കാരം. ദേവന്മാരുടെ ദേവനാണ് സാക്ഷാൽ പരമശിവൻ. ഇന്ന് പരമശിവന്റെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാകുന്നു ശിവരാത്രി. ഭഗവാന് ഏറ്റവും വിശേഷപ്പെട്ട ദിവസം. അതിനാൽ തന്നെ ഇന്ന് ഭഗവാനെ ആരാധിക്കുന്നത് പോലും സർവ്വ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് ഭഗവാനുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ്. ഈ തൊടുകുറിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായ അത്ഭുതകരമായ ചില കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓം നമശിവായ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ശിവരാത്രി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ തന്നിരിക്കുന്നത് പരമശിവന്റെ 3 ചിത്രങ്ങളാണ്. ഈ 3 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ആ ചിത്രവുമായി ബന്ധപ്പെട്ട ഫലങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ 3 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. അതിന് മുന്നോടിയായി ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓം നമശിവായ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ കടാക്ഷത്താൽ ശുഭകരമായ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും അത് വിജയത്തിൽ കലാശിക്കുവാനും സാധ്യത കൂടുതലാകുന്നു. പുതിയ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും എന്ന് തന്നെ പറയാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ വെല്ലുവിളികൾ നേരിടുന്നവരാണ് നിങ്ങൾ. അത്തരത്തിലുള്ള വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടേയിരിക്കുന്നു. അത് ഇപ്പോഴും തുടരുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ നിങ്ങൾക്ക് ഭഗവാന്റെ കടാക്ഷം ഉള്ളതിനാൽ തന്നെ ഇത്തരത്തിലുള്ള വെല്ലുവിളികളെ അതിജീവിക്കുവാൻ, തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം ഓർക്കുക. യാത്രകൾ നിങ്ങൾക്ക് ചെയ്യേണ്ടതായി വരുന്നുണ്ട്. എന്നാൽ യാത്രകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ ഫലങ്ങൾ ലഭിക്കണം എന്നില്ല. എന്നാൽ ഭഗവാന്റെ കടാക്ഷം നിങ്ങൾക്കുള്ളതിനാൽ തന്നെ യാത്രകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. അലച്ചിൽ തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. സന്തോഷം ജീവിതത്തിലുണ്ട്. എന്നിരുന്നാൽ പോലും പല അവസരങ്ങളിലും എന്തെന്നില്ലാത്ത ദുഃഖം മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. അത്തരത്തിലുള്ള ദുഃഖങ്ങൾ സാക്ഷാൽ പരമശിവന്റെ കടാക്ഷത്താൽ ജീവിതത്തിൽ നിന്നും ഒഴിയും എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ജീവിതത്തിൽ ഉത്സാഹം, ഏത് കാര്യവും എനിക്ക് ചെയ്യുവാൻ സാധിക്കും, അത്തരത്തിൽ ഉത്സാഹത്തോടെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ഭഗവാൻ നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും വിശേഷപ്പെട്ടതായ കാര്യങ്ങൾ സംഭവിക്കുവാൻ ഭഗവാൻ നിങ്ങൾക്കായി നൽകുന്ന വരം തന്നെയാണ് ഇത്. ഊർജ്ജസ്വലതയോടെ തന്നെ പ്രവർത്തിച്ച് വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആര് തന്നെ എതിരാളിയായി വന്നാലും, അല്ലെങ്കിൽ ആരെല്ലാം നിങ്ങളെ തോൽപ്പിക്കുവാൻ ശ്രമിച്ചാലും ഊർജ്ജസ്വലതയോടെ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതിനാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും വിജയം നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. നിങ്ങളായി തന്നെ ചിന്തിച്ച് എപ്രകാരം വിജയം കരസ്ഥമാക്കാം, എപ്രകാരം മുന്നോട്ടു പോയാൽ വിജയിക്കുവാൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ധൈര്യം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. ധൈര്യത്തോടെ മുന്നോട്ട് പോകുവാനുള്ള അവസരം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ആത്മബലം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. പല കാര്യങ്ങളും ക്രിയേറ്റീവായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. അതിനുള്ള സമയം തന്നെയാണ് ഇത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. വിവാഹം, വീട്, സന്താനലബ്ധി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് വന്ന് ഭവിക്കുക. വിവാഹം നിങ്ങൾക്ക് അനുകൂലമായി തന്നെ വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഇഷ്ടവിവാഹത്തിനോ
അല്ലെങ്കിൽ ഇഷ്ടബന്ധത്തിനോ സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. കൂടാതെ വീടുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ വന്ന് ഭവിക്കാം. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന തടസ്സങ്ങൾ ഒരു പരിധിവരെ അകലുവാൻ സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരും. സന്താനലബ്ധി ജീവിതത്തിൽ ലഭിക്കുന്നതായ അവസരങ്ങൾ കടന്നുവരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ജോലി ലഭിക്കുവാൻ, അല്ലെങ്കിൽ നിലവിലുള്ള ജോലി മാറുവാൻ, വിദേശത്താണ് എന്നിരുന്നാൽ പോലും ജോലി ലഭിക്കുവാൻ സാധ്യത കൂടുതലായ സമയം കൂടിയാണ് ഇത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ശുഭകരമായ വാർത്തകൾ നിങ്ങളെ തേടിയെത്തും എന്ന കാര്യവും നാം അറിയേണ്ടതായിട്ടുണ്ട്. ഒന്നിൽ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ അവസരം കൂടിയാണ് ഇത്. ഈ സമയം ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ടതായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മികച്ച മുന്നേറ്റങ്ങൾ നടത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. സമാനമായ വിജയങ്ങൾ പലപ്പോഴും ആവർത്തിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ പോലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക. ആരോഗ്യപരമായി നിങ്ങളിലുള്ള ചില പ്രശ്നങ്ങൾ, ചില രോഗാവസ്ഥകൾ, അത് നിങ്ങൾക്ക് പരിഹരിക്കുവാൻ സാധിക്കുന്നതാണ്. അതിനാൽ തന്നെ ശരിയായ സമയത്ത് ചികിത്സ ലഭിക്കുന്നതിലൂടെ പോലും പല കാര്യങ്ങളും നിങ്ങളിൽ നിന്നും അകന്ന് പോകുന്നതാണ്. അത്തരത്തിൽ ആരോഗ്യപരമായും അത്ഭുതകരമായ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സാക്ഷാൽ പരമശിവന്റെ കടാക്ഷത്താൽ വന്നു ചേരാം. ആത്മീയപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരും. ഭഗവാനുമായി ബന്ധപ്പെട്ട് കൂടുതൽ അടുക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്. ഭഗവാനുമായി ബന്ധപ്പെട്ട് എപ്പോഴും മനസ്സിൽ സന്തോഷം തുളുമ്പുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. എന്തെന്നില്ലാത്ത സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഭഗവാനുമായി നിങ്ങൾ കൂടുതൽ അടുക്കുന്നതായ സമയം കൂടിയാണ് ഇത്. കൃത്യമായി തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. കൃത്യമായ വഴിയിലാണ് എത്തിച്ചേരാൻ പോകുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും ഭഗവാന്റെ കടാക്ഷം നിങ്ങൾക്കുണ്ട്. ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുക. പരമശിവന്റെ രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. മാനസികമായ സന്തോഷം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായ അവസരമാണ് ഉണ്ടാവുക. മാനസികമായ സന്തോഷം വന്നു ചേരും. ബന്ധങ്ങൾ കൂടുതൽ അടുക്കും. ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടായിരുന്ന ചില തർക്കങ്ങൾ, ചില വിള്ളലുകൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങളിൽ നിന്നും അകന്ന വ്യക്തികൾ പോലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും എന്ന കാര്യം ഓർക്കുക. അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത്. ഐക്യം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. അതിനാൽ തന്നെ തർക്കങ്ങളുണ്ട് എങ്കിൽ അത് ആരുമായി കൊള്ളട്ടെ, അവരുമായി ഐക്യത്തിൽ വരുവാൻ സാധ്യത കൂടുതലാകുന്നു. ഇഷ്ടദേവതയോട് നിങ്ങൾ കൂടുതൽ അടുക്കുന്നു. അത് നിങ്ങൾക്ക് ലഭിക്കുന്ന സൂചനയാണ്. എന്നാൽ പരമശിവനുമായി നിങ്ങൾ കൂടുതൽ അടുക്കുന്നു എന്നതാണ് വാസ്തവം. അത്തരത്തിൽ നിങ്ങൾ കൂടുതൽ അടുക്കുന്നതിനാൽ മാത്രമാണ് ഇത്തരത്തിൽ ഈ തൊടുകുറിയിലൂടെ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കുന്നത് എന്ന് പോലും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും വഴിമാറിപ്പോകും എന്ന കാര്യം നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. തടസ്സങ്ങൾ വഴിമാറുകയും ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ കടന്ന് വരികയും ചെയ്യുന്നതായ അവസരം കൂടിയാണ് ഇത്. ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ചില ശുഭകരമായ മാറ്റങ്ങൾക്ക് തുടക്കമാകാം എന്ന് തന്നെ പറയാം. തീരുമാനങ്ങൾ ഉറപ്പിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാകുന്നു. ഇടയിൽ വച്ച് തീരുമാനങ്ങൾ മാറ്റാൻ പാടില്ല എന്ന കാര്യവും ഓർക്കുക. ഭാഗ്യം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. സാമ്പത്തികപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ശത്രുദോഷത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ പ്രശ്നങ്ങൾ അത് പരിഹരിക്കുവാൻ ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങൾക്ക് സാധിക്കും. ഉയർച്ച നേടുവാനും വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും സാധിക്കും എന്ന കാര്യവും ഓർക്കുക. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ജാഗ്രത പുലർത്തേണ്ടതായ അവസരങ്ങളാണ് എന്ന കാര്യവും ഓർക്കുക. ജാഗ്രതയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. എന്നാൽ മാത്രമേ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വിജയങ്ങൾ നേടുവാൻ സാധിക്കൂ. അതല്ല എങ്കിൽ പരാജയങ്ങളും ചതിക്കുഴികളും നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്.
പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പുതിയ വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ശരിയായ രീതിയിൽ തന്നെ തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ടു പോകുവാൻ സാധിക്കും എന്ന കാര്യവും നിങ്ങൾ ഓർക്കുക. നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ, അത് സാക്ഷാൽ പരമശിവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എടുക്കുന്ന തീരുമാനങ്ങൾ, അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിച്ചുകൊണ്ടേയിരിക്കും. സാമ്പത്തികപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല വഴികളിലൂടെയും വരാം. ആ കാര്യങ്ങൾ ഭഗവാനായി തന്നെ നിങ്ങൾക്ക് മുൻപിൽ തരും. അത് ശരിയായ രീതിയിൽ തന്നെ നിങ്ങൾ വിനിയോഗിക്കുക, ആ അവസരങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത്. ആരോഗ്യപരമായി ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ആത്മീയപരമായ ബന്ധം പങ്കാളിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അടുത്ത ബന്ധം പങ്കാളിയുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. നിങ്ങളിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം ഓർക്കുക. അത്തരത്തിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും അനുകൂലമായി ഭവിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ആഗ്രഹ സാഫല്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഭഗവാന്റെ കടാക്ഷം നിങ്ങൾക്കുള്ളതിനാൽ അത്തരം കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ വിജയം നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. വിജയിച്ച് തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന കാര്യമാണ് നാം ഓർക്കേണ്ടത്. കൂടാതെ കുടുംബത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. കൂടാതെ പങ്കാളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവ്യക്തത ഉണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങളിൽ വ്യക്തത കൈവരിക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് വന്നു ചേരേണ്ട ദോഷകരമായ ഫലങ്ങൾ ഒഴിവാക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ തന്നെയാണ് വന്നു ചേരുക. പുതിയ വഴികൾ തുറക്കപ്പെടും എന്ന കാര്യം നിസ്സംശയം പറയാം. ഭഗവാനെ മനസ്സറിഞ്ഞ് തന്നെ പ്രാർത്ഥിക്കുക. തീർച്ചയായും ഭഗവാന്റെ കടാക്ഷത്താൽ വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടാകുന്നതാണ്. ഭഗവാന്റെ മൂന്നാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അംഗീകാരങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ്. ദുരിതകാലം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും വഴിമാറിപ്പോയി എന്ന് മനസ്സിലാക്കുക. സാമ്പത്തികപരമായ ഭദ്രത നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായ അവസരമാണ് ഇത്. നിങ്ങളിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അടിത്തറ പാകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേർന്നിരിക്കുന്നു എന്ന് തന്നെ പറയാം. സുരക്ഷിതമായി തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ വഴികൾ ഭഗവാൻ തന്നെ നിങ്ങൾക്ക് മുൻപിൽ തെളിയിക്കും. അതിനാൽ തന്നെ ആ വഴിയിലൂടെ മുന്നോട്ട് പോയി വിജയങ്ങളും നേട്ടങ്ങളും സ്വന്തമാക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. എന്നാൽ അത്തരം വഴികൾ നിങ്ങൾ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകണം എന്ന കാര്യം ഓർക്കുക. സന്തോഷകരമായ നിരവധിയാർന്ന അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. വിഷമത്തിൽ ഇരിക്കുന്നവരാണ് എന്നിരുന്നാൽ പോലും, സങ്കടങ്ങളുണ്ട് എന്നിരുന്നാൽ പോലും മനസ്സിലേക്ക് സന്തോഷം പകരുന്നതായ ചില കാര്യങ്ങൾ സംഭവിക്കും എന്ന കാര്യം നിസ്സംശയം പറയാം. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബമൂല്യം വളരെയധികം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ കടന്നുവരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കുടുംബസ്നേഹം വളരെയധികം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. കുടുംബത്തിലുള്ള വ്യക്തികൾക്കുള്ള കുടുംബത്തിലെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾക്കുണ്ടാകാം, തർക്കങ്ങളുണ്ടാകാം. എന്നാൽ അതെല്ലാം നിങ്ങൾക്ക് അവസാനിപ്പിക്കുവാൻ സാധിക്കുന്നതായ വഴികൾ തെളിയും എന്ന് തന്നെയാണ് ഫലമായി പറയുവാൻ സാധിക്കുക. സമാധാനം ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ അവസരങ്ങൾ നിങ്ങൾക്കുണ്ടാകും. പങ്കാളിയുമായി ബന്ധപ്പെട്ട് ഐക്യം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഈ നിമിഷം നാം ഓർക്കേണ്ടതാകുന്നു. ഐക്യം വർദ്ധിക്കുക തന്നെ ചെയ്യും. പാരമ്പര്യമായ മൂല്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ആഴത്തിൽ സ്നേഹിക്കുന്നവരാണ് നിങ്ങൾ. അത് പല വ്യക്തികളെയും അത്തരത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്നേഹമുള്ള വ്യക്തികളെ
അത്തരത്തിലാണ് നിങ്ങൾ സ്നേഹിച്ചിട്ടുള്ളത് എന്ന് പറയാം. എന്നാൽ അവരിൽ നിന്നും തിരിച്ച് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ലഭിക്കുന്നില്ല എന്നത് വാസ്തവമായ കാര്യമാകുന്നു. എന്നാൽ അത്തരം കാര്യങ്ങളിൽ മാറ്റം വരും. പല വ്യക്തികളുടെയും സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. തുടങ്ങിയ കാര്യങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ആത്മാർത്ഥത വളരെയധികം കൂടുതലാണ്. മറ്റുള്ളവരോട് വളരെയധികം ആത്മാർത്ഥതയോടെ പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ. അതിനാൽ തന്നെ ഭഗവാന്റെ കടാക്ഷം നിങ്ങളിലുണ്ട് എന്നതും വാസ്തവമാണ്. എന്നാൽ ആ ആത്മാർത്ഥത മറ്റുള്ളവർ തിരിച്ചറിഞ്ഞ് നിങ്ങളെ അംഗീകരിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. വിവാഹവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ വന്ന് ഭവിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. ഈ സമയം ശ്രമങ്ങൾ നടത്തുന്നത് ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക. എന്നാൽ ഭഗവാനെ ആരാധിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ, ശിവപാർവതിമാരെ ആരാധിച്ചുകൊണ്ട് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിന് ശേഷം ഇത്തരത്തിൽ മുന്നോട്ടു പോകുന്നതാണ് ഏറ്റവും ശുഭകരം. നിത്യവും ദർശനം നടത്തുവാൻ ശ്രദ്ധിക്കുക. വീടുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാകുന്നു. പാരമ്പര്യമായ സ്വത്ത് നിങ്ങൾക്ക് ലഭിക്കാനുള്ള അവസരം വളരെ കൂടുതൽ തന്നെയാകുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുവാൻ, സാമ്പത്തിക ഭദ്രത കൈവരിക്കുവാൻ സാധിക്കുന്നതായ ഇത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിട്ടുവീഴ്ച ചെയ്യുന്നവരാണ് നിങ്ങൾ. പല വ്യക്തികളോടും അപ്രകാരം ചെയ്ത് മുന്നോട്ട് പോകുന്നവരാണ് എന്ന് പറയാം. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ ഭാവിയിൽ സംഭവിക്കാവുന്നതാണ്, അല്ലെങ്കിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. പിന്നീട് പല വ്യക്തികളും കൈയൊഴിയുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ള കാര്യം തന്നെയാകുന്നു. എന്നാൽ അത്തരം കാര്യങ്ങൾ ഇനി നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ ശരിയായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. ദീർഘകാലമായുള്ള ബന്ധങ്ങൾ, അത്തരത്തിലുള്ള ബന്ധങ്ങൾ ഊഷ്മളമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ ഇത്തരം ബന്ധങ്ങളിൽ തർക്കങ്ങളുണ്ട് എങ്കിൽ പരിഹരിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ദീർഘകാലമായുള്ള ബന്ധങ്ങൾ അത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുക. കൂടാതെ ജീവിത മൂല്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകും. കർമ്മരംഗത്ത് വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ, ഉയർച്ച, ജോലിയിൽ മാറ്റങ്ങൾ സംഭവിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. ആരോഗ്യപരമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരും. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നിങ്ങളിലുണ്ട് എങ്കിൽ അത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക. ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക.